ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഘ്നേഷ് ദക്ഷിണാമൂർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന അപ്ഡേറ്റാണ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായി ശ്രമിക്കുക. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. നമുക്കറിയാം ISL ലെഫ്റ്റ് ബാക്കായ വിഘ്നേഷ് ദക്ഷിണാമൂർത്തിയെ സൈൻ ചെയ്യാൻ നോക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ചെന്നൈയിൻ FC. മിക്കവാറും ഹൈദരാബാദ് ഈ ഒരു സീസൺ ISL കളിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. സോ ആ ഒരു സാധ്യതകൾ മുതലെടുത്ത് വിഘ്നേഷ് ദക്ഷിണാമൂർത്തി ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നല്ലൊരു ലെഫ്റ്റ് ബാക്ക് ഓപ്ഷനാണ്. നേരത്തെ മുംബൈ സിറ്റി FCക്ക് വേണ്ടിയാണ് കളിച്ചത്. അവിടെ പോയി ഷീൽഡൊക്കെ അടിച്ചൊരു താരമാണ്. എന്തോ അബദ്ധത്തിൽ ഹൈദരാബാദ് FC വന്ന് സൈൻ ചെയ്തു. എന്തായാലും അദ്ദേഹവും ഈ ഒരു അൻവർ അലിയുടെ കൂട്ട് തന്നെ അവരുമായിട്ട് വിട്ടുപിരിയാൻ അങ്ങനെ എന്തോ കേസുകളൊക്കെ നടക്കുന്നുണ്ട്. സോ ഒരുപക്ഷെ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് വരാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐമനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റാണ്. എന്തായാലും ഐമൻ ഇപ്പോൾ ടോപ്പ് ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ തന്നെ 3-ാമതായിട്ട് എത്തിയിരിക്കുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടോപ്പ് ഇന്ത്യൻ ഗോൾ സ്കോറിൻ്റെ ലിസ്റ്റിൽ 3-ാമതായിട്ട് എത്തിയിരിക്കുകയാണ്. അത് ഇതിന് ഫ്രണ്ടിലുള്ള CK വിനീത് 11 ഗോൾ, അതുപോലെ തന്നെ നമ്മുടെ സഹൽ അബ്ദുൾ സമദ് 10 ഗോൾ എന്നിവരാണ്. ഇപ്പോൾ ഐമൻ 9 ഗോൾ നേടിയിട്ടുണ്ട്. സോ 2 ഗോൾ നേടിക്കഴിഞ്ഞാൽ 3 ഗോൾ നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടോപ്പ് ഇന്ത്യൻ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് സ്കോർ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എലോയ് ഒർഡോണസ് എന്ന് പറയുന്ന താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് കണ്ണൂർ വാരിയേഴ്സ് FC. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ലീഗിൽ 25 വയസ്സ് പ്രായമുള്ളൊരു സ്പാനിഷ് താരമൊക്കെ വരാമെന്ന് പറയുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അൻഡോറയുടെ ഫസ്റ്റ് ടയർ കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പാനിഷ് തേർഡ് ടയർ കളിച്ചിട്ടുണ്ട്. സോ വലിയ ഗോൾ കോൺട്രിബ്യൂഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും നമുക്ക് അവരുടെ ടീമിൽ വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.